പൂജാവിന്റെ തുടക്കം ഒരു ബേസിക് ഫിലോസഫി അത് സ്വാമി വിവേകാനന്ദൻ ഇതിന്റെ ആ ഒരു തുടക്കത്തിന്റെ ഒരു ചെറിയതായിട്ടൊന്ന് പറഞ്ഞു എന്തുകൊണ്ട് തുടങ്ങിയ ആ കാലഘട്ടത്തിന്റെ സാഹചര്യം. 1925 കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും പാർപ്പിടവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, വസ്ത്രവും ഭക്ഷണവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി വാഗ്ഭടാനന്ദ ഗുരുദേവൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിന് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ട് അതിൻ്റെ മൂല്യശോഷണം വരാതെ, അതിൻ്റെ അർത്ഥവത്തായ അതിൻ്റെ എന്തായിരുന്നോ അത് ഉദ്ദേശിച്ച ലക്ഷ്യം, അതിൽ നിന്ന് മൂല്യശോഷണം വരാതെ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് അതിൻ്റെ 100ാം വാർഷികം കൊണ്ടാടാനായതെന്ന് ഞാൻ പറയും. തലമുറകൾ അതിനുവേണ്ടി അധ്വാനിച്ച് രാവും പകലും അധ്വാനിച്ച് ഒരു ജനതയെ, അന്ന് അൺസ്കിൽഡ് ഇന്ന് എല്ലാ തലമുറയിലുള്ള ആൾക്കാരും ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്കില്ല് അല്ലെ അൺസ്കില്ല് എൻജിനീയറിങ് ആൾക്കാർ 1900ഓളം എൻജിനീയർമാർ, IT വിഭാഗം, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ക്രാഫ്റ്റ് മേഖലയിൽ എല്ലാമായിട്ട് 18,000 പേർ തൊഴിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഏഷ്യയിലെ 1ാമത്തതും വേൾഡിലെ 2ാമത്തതുമാണ്. അതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അന്ന് ഈ ഇത് തുടങ്ങിയ സമയത്ത് ഇത് പറഞ്ഞത് കൂലി വേലക്കാരുടെ, അതൊന്ന് പറയാം, അതെങ്ങനെ അതിൻ്റെ അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണ കാലത്ത് അന്നത്തെ തൊഴിലാളികളും ഗുരുദേവനും കൂടി ഇട്ട പേര് കൂലി വേലക്കാരുടെ പരസ്പര സഹകരണ സംഘം എന്നാണ്. അത് 1956 നമ്മൾ ആക്ട് വന്നപ്പോൾ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആക്ട് വന്നപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയി മാറി. ഇത് ഇവര് ഗുരുദേവന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് നമുക്ക് ജോലിയില്ല, നമുക്ക് എന്തെങ്കിലും. അത് 14 പേര് കൂടി ഗുരുദേവന്റെ പ്രസംഗം മാഹി പുത്തലത്തമ്പലത്തിൽ പോയി കേൾക്കാൻ വളരെ ആവേശം കൊണ്ട് അന്നത്തെ നവോത്ഥാന നായകനായിരുന്നു. മലബാറിൽ ഗുരുദേവനും വാഗ്ഭടാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ നവോത്ഥാന നായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവേശം കൊണ്ടിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മളെ കാരക്കാട് ഇന്ന് പറയുന്ന ഊരാളുങ്കൽ പ്രദേശത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ആ പ്രസംഗത്തിൽ ആവേശം കൊണ്ടിട്ടാണ് 14 പേര് അടങ്ങുന്ന ഒരു സംഘം, മെമ്പർമാരായിട്ടുള്ളൊരു സംഘം രൂപീകൃതം. അന്ന് 37 പൈസയാണ് ഇതിൻ്റെ മൂലധനം. ഇന്ന് ഏകദേശം 5000 കോടി രൂപയുടെ മൂലധനമായി. ജാതി വ്യവസ്ഥക്കെതിരെയുള്ള അന്ധവിശ്വാസവും അനാചാരവും ജാതി വ്യവസ്ഥക്കെതിരെയായിട്ടാണ് അതിന്നും. അത് മലബാറിലെന്ന് പറയുമ്പം നമ്മളെ പ്രദേശത്ത് ഇതൊരു അങ്ങനെയുള്ള പ്രസ്ഥാനം തന്നെയാണ്. അന്ധവിശ്വാസം, അനാചാരം, ജാതി വ്യവസ്ഥയ്ക്കെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അതിലെല്ലാ വിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ ഈ 14 പേര് വന്നിട്ട് ഇത് തുടങ്ങുന്നു. എന്നിട്ട് അവർ എന്ത് ജോലി, എങ്ങനെയായിരുന്നു അവർ ആ ജോലി? നമുക്ക് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഒരു സാഹചര്യം, ഈ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, കൃഷിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ഈ കയ്യാല കെട്ടുക എന്ന് പറയും, വേലി കെട്ടുക എന്ന് പറയും നമ്മൾ. അത്ര ചെറിയ ചെറിയ ജോലികൾ. പിന്നെ മത്സ്യബന്ധനത്തിൻ്റെ ചാപ്പ എന്ന് പറയും, സംസ്കരണ യൂണിറ്റ്, അങ്ങനെ തുടങ്ങി വെച്ച് പിന്നെ ചെറിയ റോഡുകൾ. ഇന്ത്യ എങ്ങനെ വളരുന്നു, അല്ലെ കേരളം എങ്ങനെ വളരുന്നു, ആ വളർച്ച ഒരാളിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു അടുത്ത ഫേസ് എന്തായിരുന്നു ഇതിൽ തൊഴിലാളികളുടെ പങ്ക് വലുതായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തവരുടെയും പങ്ക് വലുതായിരുന്നു. എന്നും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയും അഹോരാത്രം പണിയെടുത്ത്, അന്നത്തെ കാലത്ത് രാവും പകലും എന്ന് പറയും പോലെ പണിയെടുത്ത് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു 60 കാലഘട്ടം വരെ അത് തന്നെയായിരുന്നു, അല്ലെ 70 കാലഘട്ടം വരെ. പിന്നീടാണ് നമ്മൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടിയല്ല. അന്ന് വെറും വസ്ത്രം അല്ലെ ഭക്ഷണം, പാർപ്പിടം എന്നൊന്നും പ്രശ്നമല്ല. കൂട്ടുകുടുംബമാകുമ്പോൾ ഒരു ഭക്ഷണം മാത്രമല്ലേ ആവശ്യമുള്ളൂ. പിന്നെയാണല്ലോ നമ്മുടെ സ്വാർത്ഥ താല്പര്യവും ആവശ്യങ്ങളും കൂടുന്നതിനനുസരിച്ച് അവൻ്റെ അവകാശങ്ങളും ആവശ്യങ്ങളും കൂടി വരികയും അത് പരിഗണിക്കുകയും അതുപോലെ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയും. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയേണ്ടതാണ്. നമുക്ക് എന്നും സമരങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ എന്നും ഒരു തൊഴിൽ സംസ്കാരം ഉണ്ട്. ഇത് എൻ്റേതാണെന്നുള്ളത് ആ ഓണർഷിപ്പ് എടുത്തുകൊണ്ടാണ് എല്ലാവരും ജോലി ഇന്നും. അപ്പോൾ അവിടെ ഇന്നും ഒരു തൊഴിൽ സമരം ഉണ്ടായിട്ടില്ല.
വെച്ചാൽ ഇതിൻ്റെ മെമ്പർമാർ തന്നെയാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അതിൻ്റെ ഓണേഴ്സ്. ആ ബോധം എല്ലാവരിലും ഉണ്ടാക്കി അവൻ്റെ കടമയും കർത്തവ്യം എന്താണെന്നുള്ളത് അവന് ഉത്തമ ബോധ്യമുണ്ട് ഇന്നും. മറ്റേ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവകാശം മാത്രമാണല്ലോ അവിടെ പ്രശ്നം. അപ്പം ഓരോരുത്തരും ചെയ്യേണ്ട ജോലിയും ടീം വർക്കായിട്ട് ചെയ്യുന്ന ഒരു എല്ലാവരും ഒന്നിച്ച് പ്രസിഡൻ്റ് എന്നുള്ളതോ തൊഴിലാളി എന്നുള്ളതോ എഞ്ചിനീയർമാർ എന്നുള്ളതോ IT-ലെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു ടീം വർക്കാണ് ഇതിൻ്റെ വിജയം. ഇതിന്റെ ഒരു പ്രൊഫഷണൽ ടേൺ എന്നാ എടുത്തത്? അങ്ങനെ എടുത്തിട്ടില്ലേ? ഉണ്ട്. അത് 2000-ന് ശേഷമാണ്. അതൊരു ടേണിംഗ് പോയിൻ്റ് തന്നെ. അത് പറയാമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അൺസ്കിൽഡ് ലേബേഴ്സായിട്ട് ഇരുന്നൊരു കാലഘട്ടത്തിൽ ഈ ചോറോട് ഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടകര. അത് ഒരു വളവാണ്. അത് അന്ന് സിംഗിൾ ലൈന് 3 ട്രെയിനും 4 ട്രെയിനൊക്കെ പോയാലേ ഗേറ്റ് തുറക്കും നാഷണൽ ഹൈവേ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ട്രെയിനിന് പോകുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, മെഡിക്കൽ കോളേജിൽ പോകുന്നവർ എല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. കിലോമീറ്ററോളം വാഹനങ്ങളിങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കും. അപ്പോൾ അന്നത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇത് ഊരാളുങ്കൽ എടുത്തിട്ട് സമയബന്ധമായി തീർക്കണം. അവിടെയാണ് ഞങ്ങളുടെ വിജയം. എന്നും ഊരാളുങ്കൽ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ക്വാണ്ടിറ്റി ആയാലും സമയമായാലും എല്ലാം കൃത്യബോധത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ വിശ്വാസം. അതൊരു ടേണിംഗ് പോയിന്റ്. പക്ഷേ അന്ന് എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ നമുക്ക് മെഷീനറിയോ സ്കിൽഡ് ലേബേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല 2000-ലായിട്ട് പോലും. പക്ഷേ അതെല്ലാം സംഘടിപ്പിച്ചു. അന്ന് കോൺട്രാക്റ്റ് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല ആ വർക്കിനും. പക്ഷേ നമ്മൾ ക്വാളിഫൈഡായി നമുക്ക് ആ വർക്ക് കിട്ടി, സമയബന്ധിതമായിട്ട് തീർത്തു ആ നാഷണൽ ഹൈവേ. അതോടുകൂടിയാണ് അവിടെ എഞ്ചിനീയർമാരും മെഷീനറിയും എല്ലാം വന്നത്. അതൊരു വിപ്ലവം തന്നെയാണ്. ഈ ഊരാളുങ്കൽ ഒരു പൊതുജന ശ്രദ്ധയിലേക്ക് പ്രത്യേകിച്ച് വരുന്നത് ഈ ഒരു 4 കോടി രൂപ എന്തോ തിരിച്ചു കൊടുത്തൊരു 4 കോടിയല്ല 17 കോടി. അതെന്താ സംഭവം? എന്തായിരുന്നു? ഓരോ വർക്കിലും നമുക്ക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റ് എടുക്കുന്നത് എസ്റ്റിമേറ്റിന് ബേസിലായി, ക്വാണ്ടിറ്റി ബേസിലായിരിക്കും. അപ്പോൾ 100 കോടി രൂപേൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ചിലപ്പോൾ 80 കോടിക്ക് 80 കോടീൻ്റെ മെഷർമെൻറ്റേ എടുക്കുന്നുള്ളൂ. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പോൾ ആ 80 കോടിയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് മെഷർമെൻറ്റിൽ 80 കോടിയേ വരും. ആ ബാക്കി എത്രയാണോ മുമ്പോട്ടുള്ളത് തിരിച്ചു കൊടുക്കുന്നു. ഏത് പ്രോജക്റ്റിലായിരുന്നു അത്? അത് തൊണ്ടയാട് ഫ്ലൈ ഓവറിൽ കോഴിക്കോട് സിറ്റിയിലെ. നിങ്ങൾ എടുത്തതിൻ്റെ എസ്റ്റിമേറ്റിൽ താഴെ പണം തീർത്തുകൊണ്ട് നിങ്ങൾ ആ ബാക്കി അല്ല, അതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല. അത് സാധാരണഗതിയിൽ അത് 80 ആണെങ്കിൽ 100 ആക്കുന്ന നാടാണ് നമ്മുടെ നാട്. 80 ആണെങ്കിലും 80% ആണെങ്കിലും അത് 100 ആക്കുന്നത്, അല്ലെങ്കിൽ 120 ആക്കുന്നത്. പക്ഷേ ഞങ്ങളെന്നും 80 തന്നെയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നീടുള്ള പ്രോജക്ട്സിൽ ഈ തിരിച്ചു കൊടുത്ത ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും കൂടുതലുണ്ടാവും, കുറവുണ്ടാവും, എത്രയോ പ്രോജക്റ്റ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അത് പിന്നെ ഏതോ ഒരു പത്രത്തിൽ അങ്ങനെ നന്നായിട്ട് വന്നു. പക്ഷേ അത് എവിടെയും നടക്കാത്ത സംഭവമാണ്. 80 100 ആക്കാൻ എല്ലാവരും ശ്രമിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ 14 പേര് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഈ കൂലിപ്പണിക്കാരുടെ പരിസഹായ സംഘം എന്നുള്ളത് പേര് മാറ്റുന്നു. പക്ഷേ നിങ്ങൾ 14 പേരിൽ നിന്ന് പിന്നെ ബാക്കി എങ്ങനെയാണ് അതിൻ്റെ ഇത് ഓഹരി? ഇതിന് മെമ്പർഷിപ്പ് തന്നെയാണ് പ്രധാനം. തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ക്വാറികളിലും കല്ല് അടിക്കലാണല്ലോ. അന്ന് ക്രഷറൊന്നും ഇല്ലല്ലോ. അങ്ങനെ അടിച്ചു വരുന്നവർ തൊഴിലാളികളായിട്ട് വന്നിട്ടാണ് ഈ 60 കാലഘട്ടം വരെ 70 കാലഘട്ടം വരെ മെമ്പർഷിപ്പ് കൊടുത്തു വരുന്നത്. അങ്ങനെ ക്വാറിയിൽ ജോലി ചെയ്ത് അങ്ങനെ വരുന്നത്. ഇപ്പോഴതല്ലേ, ഇപ്പം പിന്നെ 2 വർഷം നമ്മളല്ലേ 1 വർഷം നോൺ മെമ്പറായി വന്നു, അവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവർ ഷെയർ ഹോൾഡർ ആവുന്നു. അങ്ങനെയാണ്. ആർക്കും വന്ന് മെമ്പർ ആവാം? ആർക്കും, തൊഴിലാളികൾക്ക് നിങ്ങളുടെ അവിടെ ഇപ്പം എഞ്ചിനീയർമാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ മെമ്പർമാർ തന്നെ എഞ്ചിനീയർമാരായി. ഈ തുടങ്ങിയ സമയത്ത് ഈ മെമ്പർമാര് മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. പക്ഷെ മെമ്പർമാർ നമ്മളിപ്പോൾ കാലഘട്ടം മാറിയല്ലോ. പക്ഷേ അത് സ്ട്രിക്റ്റായ ഡിസിപ്ലിൻ ഭയങ്കരമാണ് ഇതിൻ്റെ ഉള്ളിൽ. കാരണം എന്ന് വെച്ചാൽ അത് നേതൃത്വത്തിൽ നിൽക്കുന്നവരായാലും മെമ്പർമാരായാലും സൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ഓൾട്ടിങ് സമയത്തോ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ കാര്യത്തിലും. സാമ്പത്തിക അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം. അത് ചെറിയ പൈസയാണെങ്കിലും നടപടിയെടുക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ എടുക്കണം എന്നുള്ള ധൈര്യം ആർക്ക് വേണം? നേതൃത്വത്തിനുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇങ്ങോട്ട് വിരൽ ചൂണ്ടാൻ പാടില്ലല്ലോ. അതെന്നും അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ സത്യസന്ധമായിട്ട് ഓരോ
പ്രവർത്തനം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് മെമ്പർമാർക്കും അത് ബാധകമാകുന്നത്. അല്ലെങ്കിൽ നേതൃത്വം മോശമാണെങ്കിൽ ഒരിക്കലും അണികളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പ്രവൃത്തിയിലും അങ്ങനെ തന്നെ. ഒരഴിമതിയും കാണിക്കാതെ അവരോട് പറയുന്ന ഒരു മെഷർമെൻറ്റോ ഒരു ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസം വരുത്താതെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്താതാണ് വെറുതെ അവൻ എന്താണോ അന്ന് പറഞ്ഞത് അതിൽ മൂല്യശോഷണം വരാതെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിൻ്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ഒരാളുകളുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതിനകത്ത് നമുക്ക് എന്ത് അഭ്യാസം കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പം NHAൻ്റെ അദാനി പോലത്തെ ഇതും അദാനിയായിട്ട് സെക്കൻഡായിട്ട് മുട്ടി കിട്ടിയതാണ്. ഈ തലപ്പാടി ഞങ്ങളാണ് 6 ലൈൻ പ്രോജക്റ്റ്. ഈ കേരളത്തിൽ 22 കോൺട്രാക്ടർമാരുണ്ട്, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതിലേറ്റവും ഫസ്റ്റ് തീർക്കുന്നത് ഞങ്ങളാണ്, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും. അതാണ് നിതിൻ ഗഡ്കരി, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സാർ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മലബാറിലെ സഹകരണ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയൊക്കെ ഒരു സമയത്ത്, പക്ഷെ അത് കഴിഞ്ഞ് ദിനേശ് ആണെങ്കിലും റെയ്ക്കോ ആണെങ്കിലും പല സഹകരണം AKG ആശുപത്രി തലശ്ശേരി, പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല അതിനകത്ത് പല പ്രശ്നം. എന്താണ് ഊരാളുങ്കലിന് അതിൽ വ്യത്യസ്തമായ നല്ല ചോദ്യമാണ്. നമുക്ക് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ലോകത്ത് എന്താണോ സംഭവിക്കുന്നത്, ആ ടെക്നോളജിയിലാണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായാലും എല്ലാം നന്നായിട്ട് പഠിച്ച് ചെയ്യും. ഇപ്പം ഈ 18,000 വർക്കേഴ്സും 800-900 വർക്ക് ഉണ്ടാവും. ഈ 1,700 കോടീൻ്റെ സിംഗിൾ വർക്കാണെങ്കിൽ 50,000 രൂപേൻ്റെ പഞ്ചായത്ത് വർക്ക് വരെ സൊസൈറ്റി എടുക്കണം. അത് UDF LDF ഒന്നുമില്ല. ഞങ്ങളെ പഞ്ചായത്ത് RMB ആണ് ഭരിക്കുന്നത്. മുഴുവൻ പ്രവൃത്തിയും സൊസൈറ്റി എടുത്തിരിക്കണം. അത് ജനങ്ങളങ്ങനെയാണ്, അത് അവർ വിടില്ല. അടുത്തത് അഴിയൂരാണ്, അത് ലീഗാണ്. വടകര CPM ആണ്, ഞങ്ങളെടുത്തിരിക്കണം. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏതാനും ജില്ലകൾ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തികളും ചെറിയ പ്രവൃത്തികൾ പോലും ഇപ്പോൾ എടുക്കും. അപ്പം നമ്പർ ഓഫ് വർക്ക്സ് കൂടുതലായിരിക്കും. മറ്റേതാകുമ്പോൾ 3,000 കോടീൻ്റെ ടേൺ ഓവർ ആണെങ്കിൽ ഒരു 2 വർക്ക് എടുത്താൽ പോരെ, അത് മാനേജ് ചെയ്യാൻ വളരെ സുഖമാണല്ലോ, വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് 700-800 ചെറിയ പ്രവൃത്തികളടക്കം മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് അവിടെ. ട്രഡീഷണലായിട്ട് നല്ല സിസ്റ്റങ്ങളുണ്ട്. അത് സാമ്പത്തികത്തിൻ്റെ ഇതിലായാലും ടെക്നിക്കലായാലും എല്ലാം നല്ല സിസ്റ്റങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത് മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പം ദിനേശ് പിടി ഭരിക്കില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരേണ്ടതായിരുന്നല്ലോ. പക്ഷെ അവർ മാറ്റങ്ങൾക്ക് ശ്രമിച്ചു, എന്നിട്ടും പരാജയപ്പെട്ടല്ലോ. അത് ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. നമ്മൾ ആ സമയത്ത് ഇറങ്ങിയിട്ടല്ല. നമ്മൾ JCB ഇറങ്ങുന്ന സമയത്ത് JCBക്കെതിരെ സമരം നടക്കുന്നത് അങ്ങനെയല്ല, പൊതുവേ കേരളം അങ്ങനെയാണല്ലോ. പക്ഷേ ഞങ്ങൾ JCB ഇറക്കി കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സമീപനമാണ്. അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് IT പാർക്ക് നിർമ്മിച്ചു. 2008 റിസഷൻ കാലത്ത് അതുപോലെ ടേണിംഗ് പോയിൻ്റ് ഏറ്റവും പ്രധാനം. ഏറ്റവും അധികം തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. പക്ഷേ 2008-2005 കഴിയുമ്പം തന്നെ മലബാർ എന്നല്ല കേരളത്തിൽ മൊത്തം വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരും വിദ്യാഭ്യാസമായി കഴിഞ്ഞു. 99% വിദ്യാഭ്യാസമുള്ള ആൾക്കാരായി മാറി. തുടങ്ങുന്ന സമയത്ത് 1% എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരും ബാക്കി വിദ്യാഭ്യാസം ഇല്ലാത്തവരും, നേരെ തിരിച്ചായി. പക്ഷേ എല്ലാവർക്കും ലേബർ ആവാൻ പറ്റില്ലല്ലോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ. അപ്പോഴാണ് ഞങ്ങൾ മറിച്ച് ചിന്തിച്ചത്, ഇനി അടുത്തത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് തൊഴിൽ കൊടുക്കുക. നമ്മളെ തൊഴിലാളികളുടെ മക്കൾ പോലും നല്ല വിദ്യാഭ്യാസം, അപ്പോൾ വരുന്നത് മുഴുവൻ അപ്ലിക്കേഷൻ വിദ്യാഭ്യാസം. അങ്ങനെയാണ് മലബാറിന് പറ്റിയ എന്തായിരിക്കും എന്ന് ആലോചിച്ചത്. അപ്പോഴാണ് മലബാറിൽ IT പാർക്കിനാണ് ഏറ്റവും അധികം സാധ്യത. പക്ഷെ അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും ഞങ്ങൾ മുന്നിട്ടിറങ്ങി 25-30 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അവിടെ IT പാർക്ക് ഒരുപാട് പരിഹാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. റോഡ് പണിക്കാർ എന്തിന് IT പാർക്ക് തുടങ്ങും, അത് വിജയിക്കില്ല, കോഴിക്കോട് അതിൻ്റെ ആവശ്യമില്ല എന്ന്. ഇന്ന് മലബാറിലിപ്പം ഗവൺമെൻറ് IT പാർക്കും വന്നു, ഞങ്ങളെ പാർക്കും വന്നു. ഏകദേശം 5000-ഓളം പേര് കോഴിക്കോട് സൈബർ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളതും ഗവൺമെൻറ്റും കൂടി അല്ല, ഞങ്ങൾ തന്നെ, അന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾക്കൊരു LTS എന്ന് പറയുന്ന
ഐ ടി പാർക്ക് കമ്പനിയുണ്ട്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. അപ്പോൾ അതൊരു വലിയ വിപ്ലവം. ഇപ്പോൾ അത് നല്ലൊരു ഡെസ്റ്റിനേഷനായി മാറി. മലബാറിലെ പ്രതീക്ഷ മാത്രമല്ല, കേരളത്തിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. ഇപ്പോൾ മലബാറുകാരും മാത്രമല്ല, അതൊരു നല്ല ഡെസ്റ്റിനേഷനായി മാറി കഴിഞ്ഞു. ഡെസ്റ്റിനേഷനായി മാറാൻ കാരണം വയനാട്ടിലെ ടൂറിസവും, അവർക്ക് ഐ ടിക്കാർക്ക് അതാണല്ലോ വേണ്ടത്. പിന്നെ മലബാറിലുള്ള ടൂറിസവും വളരുന്നുണ്ട്. പ്രത്യേകിച്ചും മലബാറിൻ്റെ വളർച്ചയ്ക്ക് കോഴിക്കോട് സൈബർ പാർക്ക് വലിയൊരു കാരണമായിരിക്കും.